നമസ്കാരം. വീക്ക്ലി മ്യൂസിങ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ഫെബിൻ. ഫെബ്രുവരി മാസം പ്രണയിക്കുന്നവർക്ക് വളരെ ഇഷ്ടമുള്ളൊരു മാസമാണ് അല്ലേ? പ്രണയം തുറന്നു പറയാനും തമ്മിലടുക്കാനും പങ്കാളിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ഡേ ആഘോഷിക്കാനും ഒക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് വാലൻറ്റൈൻസ് ഡേ. അല്ലെങ്കിൽ തന്നെ പ്രണയിക്കാത്തവരായിട്ട് ആരാണുള്ളത് അല്ലേ? എന്തായാലും വാലൻറ്റൈൻസ് ഡേയുടെ ചരിത്രം അറിയാത്ത കുട്ടികൾ പോലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ഈ എപ്പിസോഡിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ആദ്യം കരുതിയത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രണയകഥകളെക്കുറിച്ചോ പുസ്തകങ്ങളെക്കുറിച്ചോ പറയാമെന്നാണ്. എന്നാൽ പിന്നീട് തോന്നി ഞാൻ തന്നെ എഴുതിയൊരു കഥ, ഞാൻ മലയാളത്തിൽ ആദ്യമായി എഴുതിയൊരു കഥ, 2020 എഴുതിയത്, അത് നിങ്ങൾക്കായിട്ട് വായിക്കാമെന്ന്. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിൽ വഴിയോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഇൻസ്റ്റഗ്രാമിലോ എന്നെ അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് വീക്ക്ലി മ്യൂസിങ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ എന്നെ കേൾക്കുന്നത് അവിടെ എന്നെ ഫോളോ ചെയ്താൽ പുതിയ എപ്പിസോഡുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ പേര് മരുഭൂമിയിൽ പൂക്കൾ വിരിയുമ്പോൾ. നനഞ്ഞു കുതിർന്ന് കടയിലേക്ക് ഓടി വരുന്ന എന്നെ കണ്ടപ്പോഴേ ഗോപാൽ എൻ്റെ പതിവ് ഇഞ്ചി ചായ അടിക്കാൻ തുടങ്ങി. കാലം എത്രയൊക്കെ മാറിയാലും മാറ്റമില്ലാത്ത ചിലതില്ലേ? ഗോപാലിൻ്റെ കടയിലെ ഇഞ്ചി ചായയും റഫീദായുടെ പാട്ടും എത്രയോ കാലമായി മാറ്റമില്ലാതെ തുടരുന്നു. എന്നൊക്കെ മുത്താത്തിക്ക് വന്നിട്ടുണ്ടോ അന്നൊക്കെ ഗോപാലും റാഫിദായും ചേർന്ന് വയറും മനസ്സും നിറച്ചിട്ടുണ്ട്. ഇസയുടെ കൂടെ എത്ര തവണ ഇവിടെ വന്നു എന്നതിന് കയ്യും കണക്കുമില്ല. ഒരു അവധി ദിവസത്തിൻ്റെ എല്ലാ ആലസ്യങ്ങളെയും വാരി പുണരാൻ കൊതിപ്പിക്കുന്ന കാലാവസ്ഥ. പുക കറുപ്പിച്ച പഴയ ടേപ്പ് റെക്കോർഡറിൽ നിന്ന് പതിഞ്ഞ ശബ്ദത്തിൽ റഫീദ പാടുന്നുണ്ട്. ആടിത്തിമിർക്കുന്ന മഴ ഒന്നൊതുക്കാൻ കാത്ത് റഫീദായിൽ അലിഞ്ഞ് ഇളകുന്ന കാലുള്ള ബെഞ്ചിലിരുന്ന് ചൂട് ഇഞ്ചിച്ചായ ഊതി കുടിക്കുമ്പോഴാണ് ഒരു മെസ്സേജിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഫോൺ ഇരമ്പിയത്. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നുള്ള ഒരു വാട്സാപ്പ് മെസ്സേജ്. ഡിഡ് യു ഫോർഗെറ്റ് മീ? പേര് വെച്ചിട്ടില്ലെങ്കിലും ഇത് ഇസയുടെ മെസ്സേജ് ആണെന്ന് മനസ്സിലാക്കാൻ എനിക്കൊരു നൊടിയുടെ പോലും വേണ്ടി വന്നില്ല. ഇസബെല്ല. എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് ആർത്തു വിളിച്ചു. നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ മരുഭൂമിയുടെ ചിത്രം വേറെ ആരും പ്രൊഫൈൽ പിക്ചർ ആക്കില്ല, എനിക്ക് ഉറപ്പായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ ആ നമ്പർ ഡയൽ ചെയ്തു. മറുവശത്ത് ഫോൺ അടിക്കുന്നത് എൻ്റെ ഹൃദയ താളത്തിലാണെന്ന് തോന്നി. ഇപ്പോൾ കോൾ എടുക്കാൻ സാധിക്കില്ല, ദയവായി മെസ്സേജ് അയക്കൂ. ഫോൺ കട്ട് ചെയ്ത പുറകെ ഒരു മെസ്സേജ് വന്നു. ഇസ, നീ എവിടെയാണ്? അതിവേഗത്തിൽ തന്നെ ഞാൻ മറുപടി അയച്ചു. അപ്പോൾ എന്നെ മറന്നിട്ടില്ല. ഞാൻ ഇന്നലെ ബാംഗ്ലൂർ എത്തി. ഉച്ചയ്ക്ക് കാണാൻ സാധിക്കുമോ? തീർച്ചയായും. ഞാൻ എവിടെ വരണം? ഞാൻ മറുപടി അയച്ചു. ഞാൻ പറയില്ല, നീ കണ്ടുപിടിക്കൂ. 1.5 വർഷത്തിന് ശേഷവും അവൾക്കൊരു മാറ്റവും വന്നിട്ടില്ലെന്ന് മനസ്സ് പറഞ്ഞു. ഗോപാലിന് ചായയുടെ കാശ് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴയ്ക്ക് പ്രണയത്തിൻ്റെ ഭാവമായിരുന്നു. മുഖത്ത് വീഴുന്ന ഓരോ മഴത്തുള്ളിയും ഇസയുടെ ചുംബനങ്ങൾ പോലെ. അവ വന്നു പതിക്കുന്നത് എൻ്റെ ആത്മാവിലാണെന്ന് തോന്നി. മുത്താത്തി യാത്രയ്ക്ക് അവധി കൊടുത്തുകൊണ്ട് വന്ന വഴിയിലേക്ക് ബൈക്ക് തിരിക്കുമ്പോൾ എത്രയും വേഗം ഇസയുടെ അടുത്തെത്താൻ മനസ്സ് വെമ്പുന്നുണ്ടായിരുന്നു. പൊതുവെ മടക്കയാത്രകൾ പെട്ടെന്ന് അവസാനിക്കാറുണ്ട്. കണ്ടു തീർന്ന കാഴ്ചകളുടെ പുതുമ ചോർന്ന തിരിച്ചുവരവുകളാണ് ഓരോ മടക്കയാത്രയും. അതുകൊണ്ട് തന്നെ വിരസവും. എന്നാൽ ഇന്നത്തെ മടക്കയാത്ര ഒരിക്കലും മടുക്കാത്ത ഒരു കാലഘട്ടത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. ഇസയുമൊത്തുള്ള കഴിഞ്ഞകാല ജീവിതത്തിലേക്കുള്ള മടക്കയാത്ര. തുള്ളിക്കൊരു കുടം പെയ്യുന്ന മഴയും നനഞ്ഞ് തെന്നിത്തെറിച്ച് കിടക്കുന്ന കനപ്പുര റോഡും ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന വാരിക്കുഴികളും കടന്ന് മുന്നോട്ട് കുതിക്കുമ്പോഴും എൻ്റെ മനസ്സ് പിന്നോട്ട് പോവുകയായിരുന്നു. ഇസയിലേക്ക്, അവളുമൊത്ത് ജീവിച്ച 2 വർഷത്തെ ഓർമ്മകളിലേക്ക്. കടും പച്ച ജനാലകളും ചുവന്ന ചുവരുകളും ഉള്ളു നിറയെ പുസ്തകങ്ങളുടെ ഗന്ധവുമുള്ള ബാംഗ്ലൂർ
കബൺ പാർക്കിലെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ വെച്ചാണ് ഞാൻ ആദ്യമായി നീലക്കണ്ണുകളും കറുത്ത കോലൻമുടിയും നുണക്കുഴികളുമുള്ള ഗവേഷണ വിദ്യാർത്ഥിയായ ഇസബല്ലയെ കാണുന്നത്. എന്താണ് നിന്റെ പേരിൻ്റെ അർത്ഥം? ഒരിക്കൽ സുല നുണഞ്ഞിരുന്ന ഒരു സായാഹ്നത്തിൽ ഞാൻ അവളോട് ചോദിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദാനം. എൻ്റെ വിരലുകൾക്കിടയിലേക്ക് അവളുടെ വിരലുകൾ കൊരുത്തുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ നിന്നെ ഇസ എന്ന് വിളിച്ചോട്ടെ? ഇസ. എന്നെ മറ്റാരും ഇതുവരെ അങ്ങനെ വിളിച്ചിട്ടില്ല. എല്ലാവർക്കും ഞാൻ ബെല്ലയാണ്. ഒരു പുഞ്ചിരിയോടെ അത് പറയുമ്പോൾ അവളുടെ നുണക്കുഴികൾ കൂടുതൽ ചുവന്നിരുന്നു. അവയിൽ ലജ്ജയുടെ അലകൾ ഓളം തല്ലുന്നുണ്ടെന്ന് തോന്നി. അവൾ മൃദുലമായി എൻ്റെ കൈ പിടിച്ചമർത്തി. അവൾ ആദ്യമായി സാരി ഉടുത്ത ദിവസമായിരുന്നു അത്. വെളുത്ത പൂക്കളുള്ള ചുവന്ന സാരി അവളെ കൂടുതൽ സുന്ദരിയാക്കി. ചെറിയ ചുവന്ന പൊട്ട് അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. അവളുടെ കാതിലെ ജിമിക്കി താളത്തിൽ പതിയെ ആടി. എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറി അവളുടെ പി ജിയിലേക്ക് പോകുമ്പോൾ അവൾ എന്നോട് കൂടുതൽ ചേർന്നിരുന്നു. കാറ്റിൽ അവളുടെ നീളൻ മുടിയിഴകൾ എന്നെ തഴുകുന്നുണ്ടായിരുന്നു. അന്നാണ് അവൾ ആദ്യമായി എന്നെ ചുംബിച്ചത്. ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരിൽ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിനെയും പാബ്ലോ നെരുദയെയും മാത്രം പരിചയമുള്ള എന്നെ അവൾ മറ്റ് സ്പാനിഷ് എഴുത്തുകാരിലേക്ക് ക്ഷണിച്ചു. ഇസബൽ അലാൻഡയുടെ ദ ഹൗസ് ഓഫ് ദ സ്പിരിറ്റ്സ് എനിക്ക് മാജിക്കൽ റിയലിസത്തിൻ്റെ പുതിയൊരനുഭവമായിരുന്നു. അവരോടുള്ള കടുത്ത ആരാധന കൊണ്ടാണ് അമ്മ എനിക്ക് ഇസബല്ല എന്ന് പേരിട്ടത്. അവൾ വെളിപ്പെടുത്തി. എന്നിലൂടെ ഇസ മലയാളം സാഹിത്യത്തിലെ മികച്ച കൃതികളുടെ ഇംഗ്ലീഷ് പരിഭാഷകളെ പരിചയപ്പെട്ടു. മാധവിക്കുട്ടിയും ഒ വി വിജയനും അവൾക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരായി. എനിക്കൊരു മകളുണ്ടായാൽ ഞാൻ അവൾക്ക് ആമി എന്ന് പേരിടും. മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ വായിച്ച ശേഷം അവൾ പറഞ്ഞു, അപ്പുക്കിളിയും അല്ലാപ്പിച്ച മൊല്ലാക്കയും പത്മയും മൈമനയുമൊക്കെ ചേർന്ന് രവിയുടെ ലോകം അവളെ അത്ഭുതപ്പെടുത്തി. ഇതൊരു ലോക ക്ലാസിക്കാണ്. എന്നെങ്കിലും ഒരിക്കൽ എനിക്കിത് സ്പാനിഷിലേക്ക് വിവർത്തനം ചെയ്യണം. ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ച ശേഷം അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. സ്പാനിഷിൻ്റെ 30ഉം ഇംഗ്ലീഷിൻ്റെ 26 അക്ഷരങ്ങളും കൂട്ടിയാലേ മലയാള ഭാഷയോളം എത്തൂ. മലയാളത്തിന് 56 അക്ഷരങ്ങളുണ്ടെന്നറിഞ്ഞപ്പോൾ അവൾ കളി പറഞ്ഞു. കവിതകളും വൈനും ഞങ്ങളുടെ കൂടിക്കാഴ്ചകൾക്ക് കൂടുതൽ മിഴിവേകി. കബൺ പാർക്കിലെ പൂക്കൾ പരവതാനി വിരിച്ച നടവഴികളിലൂടെ തോളുരുമി നടക്കുമ്പോൾ അവൾ ചിലിയൻ സാഹിത്യത്തെക്കുറിച്ചും പാബ്ലോ നെരുദയെക്കുറിച്ചും വാചാലയായി. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെരുദയുടെ വരികൾ ഏതാണ്? ഒരിക്കൽ അവൾ എന്നോട് ചോദിച്ചു. ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. ടു തിങ്ക് ദാറ്റ് ഐ ഡു നോട്ട് ഹാവ് ഹെർ. ടു ഫീൽ ദാറ്റ് ഐ ഹാവ് ലോസ്റ്റ് ഹെർ. ടു ഹിയർ ദ ഇമെൻസ് നൈറ്റ്, still more immense without her, and the verse falls to the soul like dew to the pasture. എത്ര തീവ്രമായാണ് വിരഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ? പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തിയ വരികൾ ചൊല്ലിയ ശേഷം ഞാൻ ചോദിച്ചു. അത് നെരുദയുടെ ആദ്യകാല കവിതകളിൽ ഒന്നാണ്. എല്ലാവരുടെയും പ്രിയപ്പെട്ടത്. എൻ്റെ പ്രിയപ്പെട്ടത് മറ്റൊന്നാണ്. ഇഫ് സഡൻലി യു ഫോർഗെറ്റ് മീ, ഡു നോട്ട് ലുക്ക് ഫോർ മീ, ഫോർ ഐ ഷാൽ ഓൾറെഡി ഹാവ് ഫോർഗോട്ടൺ യു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ കുസൃതി വിരിഞ്ഞു നിന്നിരുന്നു. ആ കവിത അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. മൈ ലവ് ഫീഡ്സ് ഓൺ യുവർ ലവ്, ബിലവഡ്, ആൻഡ് ആസ് ലോങ് ആസ് യു ലീവ് ഇറ്റ് വിൽ ബി ഇൻ യുവർ ആംസ് വിതൗട്ട് ലീവിങ് മൈൻഡ്. അവൾ ചിരിച്ചു. ആ കരിനീല കണ്ണുകൾ കൂടുതൽ ആഴമുള്ളതായി എനിക്ക് തോന്നി. ഒരു കുളിർക്കാറ്റ് ഞങ്ങളെ തഴുകി കടന്നുപോയി. എൻ്റെ കൈകൾ അവളെ എന്നോട് കൂടുതൽ ചേർത്ത് പിടിച്ചു. നാളെ പുലർച്ചെ എന്നെ നന്ദി ഹിൽസ് വരെ കൊണ്ടുപോകാമോ? അന്നത്തെ മടക്കയാത്രയിൽ എൻ്റെ തോളിൽ തലചായ്ച്ച് ചേർന്നിരുന്നുകൊണ്ട് അവൾ എന്നോട് ചോദിച്ചു. നന്ദി ഹിൽസിലെ കോട പുതഞ്ഞ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ അവൾക്ക് കുളിരുന്നുണ്ടെന്ന് തോന്നി. ടിപ്പു സുൽത്താൻ തൻ്റെ തടവുകാരെ തള്ളിയിട്ട് കൊന്നിരുന്ന മുനമ്പായ ടിപ്പു സ്ട്രോപ്പിലെത്തിയപ്പോൾ അവൾ അവരെ ഓർത്ത് വിലപിച്ചു. നനുത്ത മഞ്ഞിൻ്റെ മറയിലൂടെ അടിവാരത്തെ ഗ്രാമം ഞങ്ങൾക്ക് മുന്നിൽ പരന്നു കിടന്നു. പരേതരുടെ ചോര വീണ് ചുവന്ന മണ്ണുള്ള ഭൂമിയിൽ അങ്ങിങ്ങായി കൃഷിയുടെ പച്ചത്തുരുത്തുകൾ പൊടിച്ചു നിന്നു. താഴ്വാരത്തു നിന്ന് ഉയർന്നു പൊങ്ങിയ കാറ്റിൽ വൃക്ഷത്തലപ്പുകൾ ഇളകിയാടി. ഇലകളുടെ മർമ്മരം മരിച്ചുപോയ തടവുകാരുടെ നിലവിളികളാണെന്ന് അവൾ വിശ്വസിച്ചു.
അപ്പോൾ അവളെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ എന്നിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്നു. ഞാൻ എൻ്റെ കൈകൾ കൊണ്ടവളെ പുതപ്പിച്ചു. ഇതെന്താണ്? ഇളകുന്ന കൽപ്പടവുകളിലൂടെ താഴേക്കിറങ്ങിയപ്പോൾ കണ്ട നെയ്യിൽ പുതഞ്ഞ നന്ദിയുടെ വലിയ വിഗ്രഹത്തെ നോക്കി അവൾ ചോദിച്ചു. നന്ദി, പുരാണങ്ങളിൽ ശിവന്റെ വാഹനം, ഭൂതഗണങ്ങളുടെ നേതാവും കൈലാസത്തിൻ്റെ കാവൽക്കാരനും നന്ദിയാണ്. ദൈവങ്ങൾക്ക് എന്തിനാണ് കാവൽ? അവളുടെ ചോദ്യത്തിന് എനിക്കുത്തരമില്ലായിരുന്നു. അവരെ ശല്യപ്പെടുത്താതിരിക്കൂ. അവിടെയായി ഒറ്റതിരിഞ്ഞ മറവുകളിൽ കണ്ട കമിതാക്കളെ ഞാൻ നോക്കിയപ്പോഴൊക്കെ അവൾ എൻ്റെ കയ്യിൽ മൃദുവായി നുള്ളി. ഇത് കല്ലിൽ തീർത്ത കവിതയാണ്. നന്ദി ഹിൽസിൻ്റെ താഴ്വാരത്തുള്ള 1000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഭോഗനന്ദീശ്വര ക്ഷേത്രം അവളിൽ ആശ്ചര്യമുണർത്തി. ഞാൻ അപ്പോൾ അവളോട് ഹംപിയെക്കുറിച്ചും ഖജുരാഹോയെക്കുറിച്ചും അജന്ത എല്ലോറയെക്കുറിച്ചും പറഞ്ഞു. ഒരിക്കൽ നമുക്കൊരുമിച്ച് എല്ലായിടത്തും പോകണം, അവൾ ആവശ്യപ്പെട്ടു. തിരിച്ചു പോരുമ്പോൾ കണ്ട മുന്തിരിത്തോപ്പുകൾ അവളിൽ സ്വദേശമായ വാൽപരൈസോയിലെ മുന്തിരിത്തോപ്പുകളുടെ ഓർമ്മകൾ ഉണർത്തി. നിനക്കറിയാമോ, നെരുതയുടെ വാൽപരൈസോയിലെ വീട് എൻ്റെ വീടിനടുത്താണ്, 3 തെരുവുകൾക്കപ്പുറം. നിറഞ്ഞു തൂങ്ങിക്കിടന്ന മുന്തിരിക്കലകളുടെ ചിത്രങ്ങൾ എടുക്കുന്നതിനിടെ അവൾ അഭിമാനത്തോടെ പറഞ്ഞു, ഈ നഗരം ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ, പഴയതുപോലെ. മൺമറഞ്ഞു പോയ കഴിഞ്ഞകാല പ്രൗഢിയുടെ നിഴൽ പോലുമില്ലാത്ത ഹംപിയിലെ തകർന്ന അവശേഷിപ്പുകൾ നോക്കി അവൾ നെടുവീർപ്പിട്ടു. ഇന്നത്തെ നഗരങ്ങളും ഇതുപോലെ ഒരിക്കൽ നശിക്കും, അല്ലേ? ഒരു കാലത്ത് വിദേശങ്ങളിൽ നിന്ന് പോലും വജ്രങ്ങളും രത്നങ്ങളും വാങ്ങാൻ ആളുകൾ വന്നിരുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കച്ചവട തെരുവുകളിലെ തകർന്നു വീണ കൽത്തൂണുകളിൽ ഒന്നിൽ ഇരുന്നുകൊണ്ട് അവൾ ചോദിച്ചു. എല്ലാം നശിക്കും, സമ്പത്തിൻ്റെ അനന്തരഫലമാണ് നാശം, അവൾ തന്നെ ഉത്തരം പറഞ്ഞു. അവൾക്കപ്പോൾ ഒരു തത്വജ്ഞാനിയുടെ ഭാവമായിരുന്നു. ഇസ, നീ എന്നെ വിവാഹം കഴിക്കുമോ? ഒരു വൈകുന്നേരം വൻ വൃക്ഷങ്ങൾ തണൽ വിരിച്ച് മുത്താത്തിയിലെ കാട്ടിലൂടെ നടക്കുമ്പോഴാണ് ഞാൻ അവളോടത് ചോദിച്ചത്. അവൾ ആ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നി. ഒരു മോതിരത്തിനു വേണ്ടി എൻ്റെ സ്വാതന്ത്ര്യം പണയം വയ്ക്കാൻ ഞാൻ ഒരുക്കമല്ല. തെല്ല് നേരത്തെ മൗനത്തിന് ശേഷം അവൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഞങ്ങൾക്കിടയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. അകലെ എവിടെയോ കൂട് തേടി പറവകൾ ചിറകടിച്ചുയർന്നു. പരസ്പരം സ്നേഹിക്കുന്ന 2 പേർക്ക് ഒന്നിച്ച് ജീവിക്കാൻ അങ്ങനെ ഒരു കെട്ടുപാട് ആവശ്യമുണ്ടോ? അത് ചോദിക്കുമ്പോൾ അവളുടെ ചുണ്ടുകളിൽ കുസൃതി നിറഞ്ഞ ഒരു പുഞ്ചിരി തങ്ങി നിന്നു. ഇലകൾക്കിടയിലൂടെ വീഴുന്ന സായാഹ്ന സൂര്യൻ്റെ കിരണങ്ങൾ അവളുടെ മുഖത്തിന് കൂടുതൽ അരുണിമ പകർന്നു. അവൾ കൂടുതൽ മനോഹരിയായതായി എനിക്ക് തോന്നി. ഞാൻ ആ കൂമ്പിയ കണ്ണുകളിൽ ചുണ്ടു ചേർത്തു. മെല്ലെ എന്നിലേക്ക് അമർന്ന് അവൾ എന്നെ വാരി പുണർന്നു. ഞങ്ങൾക്കരികിലൂടെ കാവേരി നദി നിറഞ്ഞൊഴുകി. പിറ്റേന്ന് മുതൽ HSR ലേഔട്ടിലെ എൻ്റെ ഫ്ലാറ്റ് അവളുടേതു കൂടിയായി മാറി. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗന്ധമേതാണ്? അവളുടെ മടിയിൽ തലവച്ച് കിടന്നപ്പോൾ ഒരിക്കൽ ഞാൻ ചോദിച്ചു. പുതുമണ്ണിൻ്റേത്, നിൻ്റേതോ? എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തലമുടി ഇഴകളെ തഴുകിക്കൊണ്ട് അവൾ മറുചോദ്യം എറിഞ്ഞു. നിന്റെ വിയർപ്പിൻ്റേത്. മുന്നിലേക്ക് വീണ് കിടന്ന അവളുടെ മുടിയിഴകളിൽ മുഖം ഒളിപ്പിച്ചുള്ള എൻ്റെ മറുപടി അവളിൽ ലജ്ജയുടെ പൂത്തിരികൾ കത്തിക്കുന്നത് ഞാൻ കണ്ടു. ഇസ ലജ്ജിച്ച് ഞാൻ ആദ്യം കാണുകയായിരുന്നു. ഞാൻ അവളുടെ അണിവയറിൽ മെല്ലെ ചുംബിച്ചു. അവൾ കുറുകിക്കൊണ്ട് എന്നിലേക്ക് അമർന്നു. നീലക്കുറിഞ്ഞ് പൂത്തതറിഞ്ഞപ്പോൾ മുതൽ മൂന്നാറിൽ പോകണമെന്നവൾ വാശി പിടിച്ചു. ഇളം വയലറ്റ് നിറത്തിൽ നിറഞ്ഞു പൂത്തുലഞ്ഞു നിൽക്കുന്ന കുന്നുകളും താഴ്വരകളും അവളിൽ ഗൃഹാതുരതയുണർത്തി. ചിലിയിൽ ഇതുപോലൊരിടമുണ്ട്. പൂക്കളിലൂടെ കൈയോടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എവിടെ? അറ്റക്കാമ മരുഭൂമി. വർഷങ്ങൾ കൂടുമ്പോൾ പെയ്യുന്ന മഴയ്ക്ക് ശേഷം അവിടമാകെ പൂക്കൾ വിരിയും. ഇതുപോലെ വയലറ്റ് നിറത്തിൽ. ഒരു നിമിഷാർദ്ധത്തിൽ അവൾ ചിലിയിൽ എത്തിയതുപോലെ. ടോപ്പ് സ്റ്റേഷനിലെ ടെൻറ്റിന് മുന്നിൽ കൂട്ടിയ നെരിപ്പോടിനരികിലിരുന്ന് ഞങ്ങൾ നിലാവിൽ കുളിച്ചു നിന്ന താഴ്വരയുടെ ഭംഗി ആസ്വദിച്ചു. ഞങ്ങളെ ഞങ്ങളുടേതായ ലോകത്ത് തനിച്ചാക്കിക്കൊണ്ട് ചന്ദ്രൻ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു. ഞങ്ങൾ ഒന്നായ ശേഷമുള്ള ആദ്യ യാത്രയായിരുന്നു അത്. ഞങ്ങളുടെ മധുവിധു. അന്ന് എൻ്റെ കയ്യിൽ മുഖം ചേർത്തുറങ്ങുമ്പോൾ അവൾക്കൊരു കുഞ്ഞിൻ്റെ നൈർമല്യമായിരുന്നു. ടെൻറ്റിനുള്ളിലേക്ക് അരിച്ചിറങ്ങുന്ന നേർത്ത തണുപ്പിൽ അവൾ സ്ലീപ്പിംഗ് ബാഗിലേക്ക് പതിയെ ചുരുണ്ടു. പുറത്തെ നെരിപ്പോടിൽ വിറകുകൾ അപ്പോഴും ചെറുതായി ജ്വലിച്ചിരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാട്. ആരാണീ പേരിട്ടത്? ആലപ്പുഴയിലെ ഒരു ഹൗസ് ബോട്ടിൽ കായലിലെ ഓളങ്ങളിൽ കണ്ണുനട്ട് എന്നോട് ചേർന്നിരിക്കുമ്പോൾ അവൾ കൗതുകത്തോടെ ചോദിച്ചു. അറിയില്ല, ഞാൻ ചുമലുകൾ കൂച്ചി. മനസ്സിൽ കവിതയുള്ള ആരോ ആവണം. ഈ പ്രകൃതി ആരുടെ ഉള്ളിലും പ്രണയം നിറയ്ക്കും, അവരെ കവികളാക്കും. അവൾ സ്നേഹാർദ്രയായി.
എൻ്റെ നെഞ്ചിൽ അവളുടെ വിരലുകൾ കോറിയിട്ട കവിതകൾ കണ്ട് നാണിച്ചിട്ടെന്നവണ്ണം ഒരു നീർക്കാക്ക കായലിലേക്ക് ഊളിയിട്ടു. ഫോർട്ട് കൊച്ചിയിലെ ആർട്ട് ഗാലറികളിൽ ഒന്നിൽ നിൽക്കുമ്പോൾ അവൾ വാൽപെരൈസോയിലെ ഗ്രാഫിറ്റിയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു. എനിക്കായി അവൾ ചിലിയൻ വിഭവങ്ങൾ പാചകം ചെയ്തു. ഞാൻ അവൾക്ക് വേണ്ടി ഇന്ത്യൻ വിഭവങ്ങളും. കുടംപുളിയിട്ട മീൻകറി അവൾക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കാണാൻ ഉറക്കമിളച്ചു. എൽ ക്ലാസിക്കോയിൽ ബാഴ്സലോണ ജയിച്ചപ്പോൾ അവൾ സന്തോഷം കൊണ്ട് ആർത്തു വിളിച്ചു. എന്നോടൊപ്പം ഇരുന്ന് അവൾ മലയാളം സിനിമകൾ കണ്ടു. മമ്മൂട്ടിയും മോഹൻലാലും അവൾക്കും മമ്മൂക്കയും ലാലേട്ടനുമായി. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരക്കൊമ്പിലൂടെ വല്ലപ്പോഴും വന്നെത്തിയിരുന്ന അതിഥിയായ നീണ്ട വാലുള്ള അണ്ണാറക്കണ്ണനെ അവൾ രവി എന്ന് വിളിച്ചു. അവനായി അവൾ വെള്ളവും പഴങ്ങളും കരുതി വെച്ചു. പക്ഷികളെയും മൃഗങ്ങളെയും കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് അവൾക്ക് എതിർപ്പായിരുന്നു. സ്നേഹത്തിൻ്റെ തടവുകാർ എന്നായിരുന്നു അവൾ വളർത്തുമൃഗങ്ങളെ വിശേഷിപ്പിച്ചിരുന്നത്. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വിശാലമായ ഈ പ്രപഞ്ചമാണ് നാം അവർക്ക് നിഷേധിക്കുന്നതെന്നായിരുന്നു അവളുടെ പക്ഷം. സ്വന്തമാക്കലല്ല, സ്വതന്ത്രമാക്കലാണ് യഥാർത്ഥ സ്നേഹം. സത്യസന്ധമായ സ്നേഹം നമ്മളിലേക്ക് എന്നാണെങ്കിലും തിരിച്ചെത്തും. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പത്മ രവിക്കായി തിരിച്ചു വന്നതുപോലെ ഇടയ്ക്കെപ്പോഴോ രവിയെ കാണാതായപ്പോൾ അവൻ തിരിച്ചു വരും എന്നവൾ ഉറച്ചു വിശ്വസിച്ചു. പത്മയെപ്പോലെ അവൾ അവനു വേണ്ടി കാത്തിരുന്നു. കൃത്യമായ പദ്ധതികളില്ലാത്ത യാത്രകൾ ഇസയ്ക്കൊരു ഹരം തന്നെയായിരുന്നു. ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷങ്ങൾ സമ്മാനിക്കുന്നതും അനുഭവങ്ങൾ പകർന്നു തരുന്നതും ഇത്തരം യാത്രകളാണെന്ന് അവൾ വിശ്വസിച്ചു. അധികം മുന്നൊരുക്കങ്ങളില്ലാതെ ഞങ്ങൾക്കറിയാത്ത ആളുകൾക്കിടയിൽ തിരക്കിൽ അലിഞ്ഞും തിരക്കിൽ നിന്നകന്നും ഞങ്ങൾ യാത്രകൾ ചെയ്തു. ഇനി ഒരിക്കലും ജീവിതത്തിൽ കണ്ടുമുട്ടും എന്നുറപ്പില്ലാത്ത ആളുകളോട് ഇടപഴകി. ചിലപ്പോൾ പ്രകൃതിയിൽ അലിഞ്ഞ് പ്രകൃതിയെ അറിഞ്ഞ്. പിണക്കങ്ങളില്ലാത്ത 2 വർഷങ്ങൾ കടന്നുപോയത് 2 നിമിഷങ്ങൾ പോലെയാണെന്ന് തോന്നി. കാറ്റിൽ പുസ്തകത്താളുകൾ മറിയുന്നത് പോലെ. നമ്മൾ ഏറെ ആസ്വദിക്കുന്ന നിമിഷങ്ങൾ തീരുന്നത് നമ്മൾ അറിയാറില്ലല്ലോ. ഇസ, നിന്നിൽ നിന്ന് അകന്നിരിക്കാൻ എനിക്കാവും എന്ന് തോന്നുന്നില്ല. അവളുടെ വിസയുടെ കാലാവധി കഴിയാറായ ദിവസങ്ങളിൽ എപ്പോഴോ ഞാൻ പറഞ്ഞു, യഥാർത്ഥ സ്നേഹം 3 പരീക്ഷകൾ വിജയിക്കണമെന്നാണ്. സമയത്തിൻ്റെ, ദൂരത്തിൻ്റെ, അഭാവത്തിൻ്റെ. അടുപ്പം ദൂരത്തിലല്ല, മനസ്സിലാണ്. അകൽച്ചയും. ബന്ധങ്ങൾക്ക് അകലമില്ല. സന്തോഷം നടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ തിരിച്ചു വരും വരെ തമ്മിൽ സംസാരിക്കില്ലെന്ന് എനിക്ക് വാക്കു തരണം. അവൾ ആവശ്യപ്പെട്ടു. പത്മയെപ്പോലെ മടങ്ങി വരുമെന്ന് നീയും. എന്നെ ഈ നഗരമൊന്ന് ചുറ്റിക്കാണിക്കാമോ? ചിലിയിലേക്ക് മടങ്ങുന്നതിൻ്റെ തലേന്ന് രാത്രി അവൾ ചോദിച്ചു. ഉറങ്ങുന്ന ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഞരമ്പുകളിലൂടെ ഞങ്ങളൊന്നിച്ച് ലക്ഷ്യമില്ലാതെ ബൈക്ക് ഓടിച്ചു. കാറ്റേറ്റ് കുളിർന്നപ്പോൾ അവൾ എന്നെ ഇറുകെ കെട്ടിപ്പുണർന്നു. യാത്രയാക്കാൻ എയർപോർട്ടിലേക്ക് കൂടെ ചെല്ലാൻ അവൾ എന്നെ അനുവദിച്ചില്ല. അകന്നു പോകുന്ന ഇസയെ കാണാനുള്ള കരുത്ത് എനിക്കുമില്ലായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ നെരുതയുടെ വരികൾ എൻ്റെ മനസ്സിൽ ആർത്തിരമ്പി. ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്. ഇസയുടെ ഓർമ്മകൾ തുളുമ്പുന്ന ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഏകാന്തത എനിക്ക് കൂട്ടായി. വന്യമായ നിശബ്ദത എന്നെ അസ്വസ്ഥപ്പെടുത്തി. വിഷാദത്തിൻ്റെ ലോകത്തു നിന്ന് രക്ഷപ്പെടാനായി ഞാൻ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ഓടിയൊളിച്ചു. ഇസയുടെ ഗന്ധം നഷ്ടമാവാതിരിക്കാൻ ഞാൻ അവളുടെ പുതപ്പ് കഴുകാതെ കാത്തുവെച്ചു. വല്ലപ്പോഴുമുള്ള എൻ്റെ യാത്രകൾ ഇസയുടെ ഓർമ്മകൾ ഉണർത്തുന്ന മുത്താത്തിയിലേക്ക് മാത്രമായി ഒതുങ്ങി. കാവേരി നദിയുടെ ഓളങ്ങൾ എന്നെ തഴുകി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലെ തേങ്ങലുകൾ അവയുടെ താളത്തിലുലഞ്ഞു. ഓർമ്മകൾക്ക് വിരാമമിട്ടുകൊണ്ട് എൻ്റെ ബൈക്ക് കബൺ പാർക്കിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ ചെന്ന് നിന്നു. അവിടെ നിന്ന് ലൈബ്രറിയിലേക്കുള്ള ദൂരം ഇരട്ടിയായതായി എനിക്ക് തോന്നി. കാലുകൾക്ക് ഭാരമേറിയതുപോലെ. എൻ്റെ ഹൃദയമിടിപ്പിന് വേഗതയേറി. പടിക്കെട്ടുകൾക്കരികിൽ കാത്തു നിന്നിരുന്ന ഇസയിലേക്ക് ഞാൻ ഓടിയാർത്തു. അവളുടെ കയ്യിലിരുന്ന് നീലക്കണ്ണുകളും കുഞ്ഞരിപ്പല്ലുകളുമുള്ള ഒരു കുസൃതി കുടുക്ക എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കൈകൾ വിടർത്തി. ആമി. അത് പറയുമ്പോൾ ഇസയുടെ കണ്ണുകൾ സജലങ്ങളായിരുന്നു. ഇസയും ആമിയും ഒരു കുളിർമഴയായി എന്നിൽ പെയ്തിറങ്ങി എൻ്റെ കാഴ്ചയെ മറച്ചു. പെയ്തു തോർന്ന മഴയിൽ പുതുമണ്ണിൻ്റെ ഗന്ധം ഉദിച്ചുയരുമ്പോൾ മരുഭൂമിയിൽ പൂക്കൾ വിരിയുകയായിരുന്നു.